ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തമിഴയും കണ്ട പോലെ തന്നെ നമ്മുടെ കയ്യിൽ അല്ല ദേഹത്തൊക്കെ ടാറ്റു അടിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് എല്ലാവരും ടാറ്റു അടിക്കുക. അപ്പോൾ നമ്മൾ വേദനയൊന്നും കൂടാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ദേഹത്തല്ലെ കയ്യിൽ എവിടെയാണെങ്കിലും നമുക്ക് നല്ലതായിട്ടൊന്ന് പടം വരയ്ക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ദേഹത്ത് ടാറ്റു അടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാറ്റു അടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് നമുക്കൊരു പെർമനന്റ് മാർക്കർ വേണം. CD മാർക്കർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ഇച്ചിരി കൂടെ വലിയ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്കറാണ് എടുത്തേക്കുന്നത്. ഇത് പെർമനന്റ് മാർക്കറാണ്. പിന്നെ നമുക്ക് കുറച്ച് പൗഡർ വേണം. അതുപോലെ തന്നെ വാസലിൻ ഉണ്ടെങ്കിൽ വാസലിൻ വേണം. അതുപോലെ തന്നെ നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് കുറച്ച് വേണം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിന്ന് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ കയ്യിൻ്റെ ഇവിടെയാണ് ടാറ്റു അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ടാറ്റു അടിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് എന്താണെങ്കിൽ കുറച്ച് പേസ്റ്റ്, ഒരു ഇച്ചിരി പേസ്റ്റ് കയ്യിലെടുത്ത ശേഷം ആ ടാറ്റു അടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ ടാറ്റു അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ചുമ്മാ പേസ്റ്റ് ഒന്ന് ചുമ്മാ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം തേച്ച് പിടിപ്പിച്ച ശേഷം അതൊന്ന് തൂത്ത് കളയുക. ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തൂത്ത് കളയുക. അല്ലെങ്കിൽ എങ്ങനെയല്ല ചുമ്മാ തുണി ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ അങ്ങനെയാണെങ്കിൽ ഒന്ന് തൂത്ത് കളയുക. അതിനുശേഷം നമ്മൾ മാർക്കർ എടുക്കുക. നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈൻ വെച്ചിട്ട് നമ്മളൊന്ന് ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് പടം വരയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല അടിപൊളി ടാറ്റു നമുക്ക് സിമ്പിളായിട്ട് ഏകദേശം വെള്ളമൊന്നും വീണാൽ പോലും പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അന്നപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ, എനിക്ക് വലിയ പടം വരയ്ക്കാമെന്ന് അറിയത്തില്ല, സിമ്പിൾ ഒരു ഡിസൈൻ ഒന്ന് വരയ്ക്കാൻ പോവാണ്. അപ്പം വരയ്ക്കാം പോവാണ്. എല്ലാം ശ്രദ്ധിച്ചോണം. ഞാനിങ്ങനെ ഇങ്ങനെയാണ് ഡിസൈൻ ഇരിക്കുന്നത്. ഒരു ചെറിയ സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. വരച്ച ശേഷം നമുക്കിനി വേണ്ടത് കുറച്ച് പൗഡറാണ്. ഈ പൗഡർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ട ശേഷം നല്ലതായിട്ടൊന്ന് തൂക്കുക. പൗഡർ ഇട്ട ശേഷം നല്ലതായിട്ട് തൂത്ത ശേഷം തൂത്ത് കളഞ്ഞ ശേഷം നമുക്കിത് പടരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വരയ്ക്കുക. ഞാനിപ്പോൾ വരച്ച് ഒന്നും നല്ല കറക്റ്റായിട്ടൊന്നും ഒത്തിട്ടില്ല. നിങ്ങൾ നല്ല പടമൊക്കെ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ടാറ്റു അടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ വരച്ച് കൊടുക്കുകയാണ്. വരച്ച് കൊടുത്ത ശേഷം CD മാർക്കറായിരിക്കും കുറച്ചുകൂടെ നല്ല. ഇത് കുറച്ചുകൂടെ തിക്കായിട്ടാണ് വരയ്ക്കുന്നത്. CD മാർക്കറാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തിന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വരച്ചു. ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് വരച്ചു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ പൗഡർ ഇട്ട ശേഷം നമുക്ക് ഇനി വേണ്ടത് വാസലിനാണ്. എടുത്ത് വെച്ചിരുന്ന വാസലിൻ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുക. അതിനെ തേക്കുന്നതിനാച്ചാൽ വെള്ളം വീണാലും പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ടാറ്റു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ വരച്ചതിൻ്റെ അകത്ത് മിസ്റ്റേക്കാണ്. നിങ്ങൾ നല്ല കറക്റ്റായിട്ട് പടം വരയ്ക്കുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് ടാറ്റു ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.